ലോകവിപണിയിലെ എണ്ണക്ഷാമം കുറയ്ക്കാനും വിലക്കയറ്റം തടയാനും തന്ത്രപരമായ നീക്കവുമായി അമേരിക്ക. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൈമാറുന്നതിനും വിൽക്കുന്നതിനും 30 ദിവസത്തേക്ക് ഉപരോധം നീക്കി. ഇത് സംബന്ധിച്ച് US ട്രഷറി ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങി. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിലും അനുബന്ധ ഉൽപ്പന്നങ്ങളും വഹിക്കുന്ന നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ ലോഡ് ചെയ്യപ്പെട്ടതോ ആയ ഇറാന്റെ എണ്ണ ശേഖരം വിപണിയിൽ എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക നീക്കം. ഇന്ധന വിലക്കയറ്റം നിയന്ത്രിക്കാനും വിപണിയിൽ എണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്താനുമാണ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇത്തരമൊരു അനുമതി നൽകിയത്. ഇറാനിൽ നിന്നുള്ള എണ്ണ വിപണിയിൽ എത്തുന്നതോടെ വിതരണത്തിലെ കുറവ് പരിഹരിക്കപ്പെടുമെന്നും ഇത് വില കുറയ്ക്കാൻ സഹായിക്കുമെന്നും US ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു. ഒരു വശത്ത് ഇറാന്റെ മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും ആഭ്യന്തര വിപണിയിലെ എണ്ണവിലയും ആഗോള സാമ്പത്തിക സ്ഥിതിയും പരിഗണിച്ചാണ് ട്രംപ് ഭരണകൂടം ഇത്തരമൊരു താൽക്കാലിക ഉപരോധ ഇളവ് തീരുമാനമെടുത്തത്. യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാനാണ് താൽക്കാലിക സംവിധാനം മാത്രമാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യാന്തര എണ്ണവില 65% ഉയർന്നത്. ക്രൂഡ് ബാരലിന് $79 നിന്നും $119 കുതിച്ചത്. $100 മുകളിൽ തുടരുന്ന എണ്ണവില വ്യാഴാഴ്ച $115 വരെ ഉയർന്നിരുന്നു. 14 കോടി ബാരൽ എണ്ണയാണ് വിപണിയിൽ എത്തുക. 10 ദിവസം മുതൽ 2 ആഴ്ച വരെ ലോകത്ത് ആവശ്യമായ വിതരണത്തിനുള്ള എണ്ണയാണിത്. എണ്ണ വിതരണം വർദ്ധിപ്പിക്കുകയും വില കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇറാൻ എണ്ണ കൂടി വിപണിയിൽ എത്തുന്നതോടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ജനങ്ങളും. ഇറാൻ എണ്ണ വിപണിയിൽ എത്തുന്നതോടെ ഇന്ത്യ, ജപ്പാൻ, മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് നേട്ടമെന്നാണ് സ്കോട്ട് ബെസന്റ് പറഞ്ഞത്. കാലങ്ങളായി ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിയിരുന്നു. 2018 ഉപരോധങ്ങൾക്ക് മുമ്പ് ഇറക്കുമതി മൊത്തം ഉപഭോഗത്തിന്റെ 15.5% ഇറാനിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. ഇറാന്റെ ലൈറ്റ്, ഹെവി ഗ്രേഡുകളിലെ ക്രൂഡ് ഓയിൽ ഇന്ത്യൻ റിഫൈനറികൾക്ക് അനുയോജ്യമായവയാണ്. അനുകൂലമായ വിലയും പണമടയ്ക്കൽ രീതിയും ഇറാൻ എണ്ണ വാങ്ങുന്നത് നേട്ടമാകും. ഏറെ സമയം ലോകത്തിന് ആശ്വാസമായി ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വളരെ അടുത്താണെന്നാണ് ട്രംപ് പറഞ്ഞത്. സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതയും സൂചിപ്പിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു കുറിപ്പിൽ ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നത് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളെ ഒരു പരമ്പര അദ്ദേഹം പട്ടികപ്പെടുത്തി. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും നശിപ്പിക്കുക, ഇറാന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറ നശിപ്പിക്കുക, അവരുടെ നാവികസേനയും വ്യോമസേനയും ഇല്ലാതാക്കുക എന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് അടുത്തെത്തില്ലെന്ന് US ഉറപ്പാക്കുന്നുണ്ട്. ട്രംപിന്റെ സന്ദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്ന ആഹ്വാനമായിരുന്നു. ഇത് US തന്ത്രത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. മേഖലയിലെ സംഘർഷങ്ങൾ ഉയർന്ന നിലയിലായിരിക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗത തടസ്സങ്ങൾ നേരിടുന്നത് തുടരുമ്പോഴും ആഴ്ചകളോളം നീണ്ടുനിന്ന തീവ്രമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം വാഷിംഗ്ടൺ അതിന്റെ നേരിട്ടുള്ള സൈനിക പങ്ക് കുറയ്ക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഈ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.